സുർജിത്ത്, താങ്കളിപ്പോൾ ഇവിടെയാണ്, പറഞ്ഞോളൂ. SKN പറയാനുള്ളത്, ഞാൻ തലേ ദിവസം ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു ചായക്കടയിൽ നിന്നാണ്, അതായത് പുഞ്ചിരിമട്ടത്ത് നിന്ന് മടങ്ങിയെത്തുമ്പോൾ നല്ല മഴപ്പെയ്ത്തുണ്ടായിരുന്നു. ഈ ഒരു ഫ്രണ്ട്സ് ബേക്സ് എന്ന ചായക്കടയിൽ കയറിയാണ് ഞാൻ ഒരു ചായ കുടിച്ചത്. എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവർ അടക്കം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നേരെ ഈ കടയിലേക്ക് കയറി. അപ്പോൾ ഇവിടെയായിരുന്നു ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നത്. ആ ക്യാഷ് കൗണ്ടറിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. വളരെ ചിരിക്കുന്ന മുഖത്തോടു കൂടി ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈക്കെയാണ് ചായ എടുത്തു തന്നത്. ഉബൈദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം എന്നെ കണ്ടെത്താൻ കാരണം, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ കണ്ട മുഖങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം ഇവിടെ എത്തിയപ്പോൾ ആ ഓർമ്മയുള്ള മുഖങ്ങളെ അന്വേഷിക്കുന്നതിനിടയിൽ ഇവിടെ ഗൂഗിൾ പേ ചെയ്തതാണിത്. 40 രൂപയാണ് ഞാൻ ഗൂഗിൾ പേ ചെയ്തത്. ആ 40 രൂപ ഗൂഗിൾ പേ ചെയ്ത ഈ നമ്പറിൽ ഇദ്ദേഹം എന്നെ ബന്ധപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ തന്ന് എന്നെ വിളിക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ച് ബന്ധപ്പെടുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. SKN എല്ലാം പോയി. ഉബൈദിക്ക് തന്നെ പറയും, ഇക്ക 4 ദിവസമായിട്ടുള്ളൂ കട തുടങ്ങിയിട്ടില്ലേ? 4 ദിവസമായിട്ടുള്ളൂ ഞാൻ കട തുടങ്ങിയിട്ട്. ഞാൻ ജോലി ചെയ്ത് മൈസൂരായിരുന്നു 3 വർഷമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നിർത്തി വന്ന് അവിടെ നിന്നുള്ളതും എൻ്റെ കുട്ടികളതൊക്കെ വിറ്റും പെറുക്കി ഞാൻ തുടങ്ങിയ കടയാണ്. തുടങ്ങി 4ാമത്തെ ദിവസം ഞങ്ങൾ കച്ചവടം കഴിഞ്ഞ് പോയി വീട്ടിലെത്തി 1 മണി ആയപ്പോഴാണ് ഒച്ച കേട്ട് വൈഫ് എന്നെ വിളിച്ച്. ഈ ഒച്ച കേട്ട് ഞങ്ങൾ പുറത്തിറങ്ങി റോട്ടിലേക്ക് ഓടി കയറിയായിരുന്നു. എന്താ വെച്ചാൽ നമ്മളാ ഭാഗത്താണ് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് ഒരു ചെറിയ വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയപ്പോൾ നമ്മളെ വീട്ടിൽ വെള്ളം കയറി വീടൊക്കെ പൊളിഞ്ഞ് ഏകദേശം വിണ്ട് കീറി കിടക്കുകയാണ്. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, അഥവാ എല്ലാ പേപ്പറും ആധാറും എല്ലാ സാധനവും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വലിപ്പിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. 38,000 റുപ്യ ഉണ്ടായിരുന്നു. അപ്പോൾ വീട് അവിടെയാണ് പോകാമെന്ന പ്രതീക്ഷ, ഇവിടേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറി റോട്ടിൽ കയറി ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കയറിയിട്ടുണ്ട്, ഇതാണ് അവസ്ഥ എന്നുള്ളത്. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളുള്ളത്. എന്താ വെച്ചാൽ ഞാൻ ഇത്രയും കാലം നയിച്ചതെല്ലാം കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇനി എങ്ങനെ എൻ്റെ കുട്ടികളെ പണ്ടവും എല്ലാം ഒന്നുമില്ല. എനിക്ക് അന്ന് ആ കച്ചവടം ചെയ്ത് കയറിയ